നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 540 440. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 540. കഴിഞ്ഞ എപ്പിസോഡിൽ 31-ാം സർഗത്തിലെ 18-ാമത്തെ ശ്ലോകമാണ് അവസാനമായിട്ട് പറയുണ്ടായത്. കേട്ടുള്ള ഗോപീജനം അമ്പോടോടിക്കിതച്ചു കൊണ്ടെത്തി ഒരിച്ചിടുന്നു, ഒട്ടൊന്നു മാറിയിടുക തോഴി ഞാനും കാണട്ട കുഞ്ഞിൻ കമനീയ നൃത്തം എന്നാണ് പറഞ്ഞത്. അങ്ങനെ വരുന്നവർ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് ആ കോമളാംഗനായിരിക്കുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ, ഉണ്ണികൃഷ്ണനെ കണ്ട് കണ്ണിന് സായുജ്യവും മനസ്സിന് ആത്മാനന്ദ രസവും പാനം ചെയ്തുകൊണ്ട് അവരങ്ങനെ കഴിഞ്ഞുകൂടുന്നു എന്ന് പറഞ്ഞു. ഇനി 19-ാമത്തെ ശ്ലോകം പറയണു, നിങ്ങൾക്കു നിത്യേന മനോജ്ഞമല്ലേ ക്ഷണൻ മല്ലേ, ഈ ക്ഷണൻ്റെ ലീലോത്സവമുള്ളതല്ലേ, മാറിയിടണേ ചെറ്റുമറഞ്ഞിടല്ലേ, മഹർഷിമാർ വന്നുര ചെയ്തുമില്ലേ. അപ്പോൾ ഋഷീശ്വരന്മാർ അവിടെ വരുന്നു. അവിടെ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് നിത്യേന മനോജ്ഞമല്ലേ, ഈ ക്ഷണൻ്റെ ലീലോത്സവമുള്ളതല്ലേ. നിങ്ങൾക്ക് നിത്യേന ഈ ഉണ്ണികൃഷ്ണനെ കണ്ട് സായുജ്യ സാമീപ്യ സാരൂപ്യാദികൾ അടയാലോ. ഞങ്ങൾ എവിടേക്കോ കിടക്കുന്ന ആൾക്കാർ അപ്പം ഞങ്ങൾക്കൊരു മുൻഗണന തരും, ഞങ്ങളൊന്ന് കണ്ടു പോട്ടെ എന്ന് പറയാണ് ഭഗവാനെ പറ്റിയിട്ട്. അതുകൊണ്ടാണ് മാറിയിടണേ ചെറ്റും അറിഞ്ഞോടല്ലേ, കുറച്ച് മാറി നിൽക്കൂ, ഞങ്ങൾ സൗകര്യമാതിരൊന്ന് കാണട്ടെ, മഹർഷിമാർ വന്നുര ചെയ്തുമില്ലേ. അത് കഴിഞ്ഞ് 20-ാമത്തെ ശ്ലോകം പറയണു, ചാരത്തണയുമ്പോഴേക്കും ദൂരത്ത് വിളങ്ങുമുണ്ണി, നേരത്ര ചാരിത്ര മനോജ്ഞമായോ പാരത്രിക ചിന്തയാർന്നോ. എന്താ പറഞ്ഞത്? ഒരു വേദാന്തപരമായിട്ടുള്ള സത്യത്തെ തുറന്ന് കാണിക്കുന്നുണ്ട് അവിടെ. ചാരത്തണയുമ്പോഴേക്കും ഈശ്വരൻ അങ്ങനെയാണ്. ഈശ്വരനോട് അടുക്കും തോറും ഈശ്വരൻ എന്ത് ചെയ്യും? നമ്മളെ തട്ടിത്തെറിപ്പിച്ച് ദൂരത്തേക്കാക്കും. എന്തിന്? നമ്മുടെ സഹിഷ്ണുത എത്രത്തോളം ഉണ്ട്, സഹിക്കാനുള്ള കെൽപ്പ് എത്രത്തോളം ഉണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയണം. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ പാതാരവിന്ദത്തെ സ്മരിക്കാതെ കണ്ട് അതിൽ അലിഞ്ഞു ചേരാതെ കണ്ടിരിക്കില്ല എന്നൊരു ബോധ്യം അദ്ദേഹത്തിന് വന്നാലോ അദ്ദേഹം നമ്മളെ പിന്നെ കൈവിടില്ല. അപ്പോൾ ചാരത്തണയുമ്പോഴേക്കും ദൂരത്ത് വിളങ്ങുമുണ്ണി. വാന്ന് പറഞ്ഞാൽ മൂപ്പര് ദൂരത്തേക്ക് പോവും. നേരത്ര ചാരിത്ര മനോജ്ഞമായോ, നേരത്ര ചാരിത്ര മനോജ്ഞമായോ. എന്താ ഞങ്ങൾ തൊട്ടാൽ ചാരിത്രം പോവോ? മാത്രമല്ല പാരത്രിക ചിന്തയാർന്നോ. വേറെ വല്ലതും മനസ്സിൽ ഉണ്ടോ? ഞങ്ങളെ കാണണ്ടെന്നോ അല്ലെങ്കിൽ കണ്ടത് മതിയെന്നോ? അങ്ങനെയൊക്കെ വേണ്ടതും വേണ്ടാത്തതൊക്കെ തോന്നാം. അർത്ഥമോർത്തിയിടുകിൽ അങ്ങുനാലും കരസ്ഥമായുള്ള കവീന്ദ്രർ പോലും അർത്ഥമോർത്ത് എന്നുള്ള നരകത്തിൽ എത്താതെ കണ്ടിരിക്കാൻ ഈശ്വരനാമം ചെല്ലണം, ജപിക്കണം, ഈ ഈശ്വര ലീലകൾ വർണ്ണിക്കണം. അതാണ് അർത്ഥമോർത്തിയിടുകിൽ അങ്ങു നാലും കരസ്ഥമായുള്ള കവീന്ദ്രർ പോലും. 4 വേദങ്ങൾ പഠിച്ചിട്ടുള്ള ഋഷീശ്വരന്മാർക്ക് പോലും എങ്ങിനാരമ്മണിവർണ്ണമോലും മയങ്ങിനാരമ്മണിവർണ്ണമോലും ആ മണിവർണ്ണൻ്റെ ശാരീരിക എന്താ പറയുക, ശാരീരികമായിട്ടുള്ള ഭംഗി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ആ ഭഗവാന്റെ മനസ്സിൽ എന്തുണ്ട് അതൊക്കെ മുഖത്ത് കാണുന്നുണ്ട്.
അതായത് ഞാൻ ഈ ലോകത്തിൻ്റെ നിയന്താവാണെന്നും ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും നാഥനാണെന്നും എന്നുള്ളൊരു ഗാംഭീര്യം ആ മുഖത്തുണ്ട്. അതാണ് മയങ്ങിനാരം മണിവർണ്ണമോലും. ആ മണിവർണ്ണനെ കണ്ട് ചതുർവേദ സംഹിതകൾ പഠിച്ച് ഭഗവാൻ എന്താണ് നിരാകാരനാണെന്നൊക്കെ അറിയുന്ന ആൾക്കാർക്ക് തന്നെ ഈ കുട്ടീനെ വിട്ട് പോകാൻ പറ്റില്ല എന്നാണ് സത്യം. മനോജ്ഞനിൽ കീർത്തിതമേവരാലും എല്ലാവർക്കും ഈ കുട്ടിയെ കീർത്തിക്കാൻ മാത്രമേ സമയമുള്ളൂ. നുകർന്നവർക്കുൾത്തടമിന്ദ്രനീല നിഭൻ്റെ അത്യത്ഭുത ദിവ്യലീല. എന്താ പറഞ്ഞത്? നുകർന്നവർക്ക്, ഭഗവാനെ കൺകുളിർക്ക് കണ്ട് സായുജ്യം അടയുന്ന ആൾക്കാർക്ക്, നുകർന്നവർക്ക് ഉൾത്തടം അകത്ത് തൻ്റെ മനസ്സിൽ ഇന്ദ്രനീല നിഭൻ്റെ അത്യത്ഭുത ദിവ്യലീല, ഭഗവാന്റെ അത്ഭുത ലീലകൾ മാറില്ല, മനസ്സിന്ന് മാറില്ല. ഒരു പ്രാവശ്യം കണ്ടാൽ മതി. അനങ്ങിടുന്നീല വിയത്തിൽ നിന്നും വീണാനസംഖ്യം കുളർമുല്ലമാല. അപ്പോൾ അനങ്ങിടുന്നില്ല എന്ന് പറയുന്നത് അർത്ഥം, ഭഗവാൻ സ്ഥിതപ്രജ്ഞനാണല്ലോ. അപ്പോൾ അദ്ദേഹം അത്യത്ഭുത ദിവ്യലീല അനങ്ങിടുന്നീല. വിയത്തിൽ നിന്നും വീണാനസംഖ്യം കുളിർമുല്ലമാല. വിയത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആകാശത്തിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അനങ്ങിടുന്നീല വിയത്തിൽ നിന്നും വീണാനസംഖ്യം കുളിർമുല്ലമാല. ഭഗവാന്റെ ദേവന്മാർ പാരിജാത പുഷ്പം കൊണ്ട് ഭഗവാനെ അലങ്കരിക്കുകയാണോ? യശോദയും രോഹിണിയും പ്രശാന്തി വളർപ്പൊരാ വാർമുകിൽ വർണ്ണകാന്തി. യശോദമ്മയും രോഹിണി ദേവിയും പ്രശാന്തി എന്ന് പറയുന്നതാ ശാന്തിയുടെ വേറൊരു ഭംഗിയുള്ള വാക്കാണ് പ്രശാന്തി. പ്രശാന്തൻ, ശാന്തതയേക്കാൾ ഒരു പടി മേലെ പ്രശാന്തി വളർപ്പൊരാ വാർമുകിൽ വർണ്ണകാന്തി. അവർക്ക് ഭഗവാന്റെ വാർമുകിൽ വർണ്ണൻ്റെ കാന്തി വിസ്മയപ്പെട്ടിട്ട് എത്ര പറഞ്ഞാലും പോരാ തോന്നാണ്. ആർക്ക്? ദേവകിക്കും യശോദമ്മയ്ക്കും. വേഴാമ്പലിൻ നന്ദിനുകർന്നു ചിന്തി വിളങ്ങും ആനന്ദസരത്തിൽ നീന്തി. മലയാളം MA ഒക്കെ പാസ്സാവാം ഇത് ശരിക്കും പഠിച്ചിട്ടുണ്ടെങ്കിൽ. വേഴാമ്പലിൻ നന്ദിനുകർന്നു ചിന്തി. വേഴാമ്പൽ അന്തി, വൈകുന്നേരമാകുമ്പോൾ വേഴാമ്പൽ കറിയും. അന്തി നുകർന്നു ചിന്തി വിളങ്ങും ആനന്ദസരത്തിൽ നീന്തി. ആനന്ദമാകുന്ന തടാകത്തിൽ നീന്തിന. ആരെ കണ്ടാൽ? ഭഗവാൻ ഉണ്ണിക്കണ്ണനെ മനസ്സിൽ വെച്ച് നടക്കുന്നവർക്ക് ആനന്ദമാകുന്ന ജലാശയത്തിൽ നീന്തിക്കളിക്കാം. ഇതാണ് കാവ്യഭംഗി. ഇതിനെയൊക്കെ മാറ്റാൻ എല്ലാവർക്കും സാധിക്കില്ല. ഞാൻ ആരെയും തരം താഴ്ത്തല്ല കേട്ടോ, ഞാൻ അങ്ങനെ തിരിക്കണ്ട. ഇപ്പോഴത്തെ ആധുനിക കാവ്യങ്ങൾ എഴുതുന്നവർ പ്രാസം അല്ലെങ്കിൽ എന്താണെന്നാ പറയുക, പ്രാസം മാത്രം പറഞ്ഞാൽ പോരല്ലോ, ഇത്ര അക്ഷരങ്ങൾ കൂടുന്ന വരികൾ എന്ന് ചില മീറ്റേഴ്സ് ഉണ്ട്. അത് പാലിക്കണില്ല, അപ്പോൾ കവിതയാവില്ല. പിന്നെ ആധുനിക കവിത എന്ത് വേണമെങ്കിലും ആവാം അല്ലേ? അങ്ങനെയാണ്. അപ്പോൾ എല്ലാറ്റിനും നമ്മളെന്താ എഴുതണത് അതിന് ഒരു മീറ്റർ വേണം. ഏത് മീറ്ററിലാണ് ഇത് എഴുതിയിട്ടുള്ളത്? എന്നാൽ ഞാനും 10ാം ക്ലാസ് വരെ മലയാളം പഠിച്ചിട്ട് എനിക്കിപ്പോൾ അതിനെ പറ്റിയിട്ട് കലശലായിട്ടൊന്നും അറിയില്ല കേട്ടോ. കാരണം അതായിരുന്നില്ല എൻ്റെ ഇൻറ്റൻഷൻ. ഭഗവത് സേവ ചെയ്യുക, ഭഗവാന്റെ പാട്ടം പിരിക്കാൻ പോവുക, ഊട്ടുപുരയിൽ അരി വാങ്ങി കൊടുക്കുക, നാളേക്ക് കഷ്ണം നുറുക്കി കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു ഉത്തരവാദിത്തമായിരുന്നു ഉണ്ടായിരുന്നത് കുട്ടിക്കാലത്ത്. പറയുമ്പോൾ എനിക്ക് 10-12 വയസ്സുള്ളപ്പോഴാണ് ഊട്ട് നിർത്തിയത്. എന്നാൽ കൂടി അതിൻ്റെ ഒക്കെ ഒരു മെച്ചം ഞാൻ അനുഭവിക്കുന്നുണ്ടേന്. നിഷ്കാമകർമ്മം ചെയ്തതിൻ്റെ ഒക്കെ
അപ്പോൾ ഇവിടെ പറയുന്നു, യശോദയും രോഹിണിയും പ്രശാന്തി വളർപ്പൊരാവാർമുകിൽ വർണ്ണകാന്തി വേഴാമ്പിലൻ നന്ദി നുകർന്നു ചിന്തി വിളങ്ങും ആനന്ദസരത്തിൽ നീന്തി കോടക്കരിങ്കാറുളി വർണ്ണനുണ്ണി. ഭഗവാന്റെ രൂപത്തെ ഒന്നുകൂടി വർണ്ണിക്കുകയാണ്. കോടക്കരിങ്കാറുളി വർണ്ണനുണ്ണി. അതായത് എത്ര വലിയ കാർമേഘമാണ്. ആ ഡെൻസ് കാർമേഘങ്ങൾക്ക് എന്ത് നിറം ഉണ്ടാവും? അതാണ് ഭഗവാന്റെ നിറം. കോടക്കരിങ്കാറുളി വർണ്ണനുണ്ണി കോലാഹലത്തിനിടയിൽ ചിരിക്കേ. നല്ല കറുത്ത നിറത്തിൽ വെളുത്ത പല്ലുകൾ കാണിച്ചാലത്തെ രസം എന്താ ഇല്ലേ? അതാണ് കോലാഹലത്തിനിടയിൽ ചിരിക്കേ കോലുന്ന കണ്ണീർ ഉടലാകമാനം. കോലുന്ന കണ്ണീർ എന്ന് പറഞ്ഞത് അർത്ഥം ഭഗവാനെ കണ്ട് ആനന്ദമടയുന്ന ആൾക്കാർക്ക് കണ്ണിൽ ഹൃദയത്തിലുണ്ടാവുന്ന ആർദ്രത കാരണം ആനന്ദക്കണ്ണീർ പൊഴിച്ച് ഉടലാകമാനം കോരിത്തരിക്കുന്നു ജഗത്തിനെല്ലാം. ആരാര് ഭഗവാനെ കാണണോ അവർക്കൊക്കെ കോരിത്തരിക്കണമെന്നാണ്. അതാണ് ജഗത്തിനെല്ലാം, ജഗത്തിലുള്ളവർക്കൊക്കെ ഭഗവാനെ സ്മരിച്ചാൽ മതി, കോരിത്തരിക്കും. ഇരിപ്പുറയ്ക്കാതെ എണീറ്റു ഗോപീജനം മനോജ്ഞാഭിനയങ്ങൾ കാട്ടി. ഗോപസ്ത്രീകളോട് പറയും, നിങ്ങൾ ഇരിക്കൂ, കുട്ടീനെ കണ്ടോളൂ, കുട്ടിയുടെ കളി തമാശയൊക്കെ കണ്ടോളൂ എന്ന് യശോദമ്മയും രോഹിണി ദേവിയും നന്ദഗോപുരൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ട്. പക്ഷേ ഇരിപ്പുറയ്ക്കണില്ല. കുട്ടീനൊന്ന് വാരിയെടുത്താന്താ കുഴപ്പം? യശോദം എന്നും പറയൽ. രോഹിണി ദേവി ചിലപ്പോൾ ഒന്ന് നോക്കിയെന്ന് വരും. താടിക്കാരൻ പിന്നെ എന്താണെന്നാ പറയുക, ഗോകുലത്തിൻ്റെ നാഥനായിരിക്കുന്ന പിന്നെ നന്ദഗോപുര ശാന്തന, അയാളൊന്നും പറയില്ല. ഇതൊക്കെ എൻ്റെ ഭാഷ കേട്ടോ. അപ്പോൾ ഇരിപ്പുറയ്ക്കാതെ എണീറ്റു ഗോപീജനം മനോജ്ഞാഭിനയങ്ങൾ കാട്ടി. മനോജ്ഞാഭിനയങ്ങൾ അദ്ദേഹത്തിനോട് കണ്ണിറുക്കിയിട്ടും കണ്ണ് വിടർത്തിയിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. കടൽ ചിലമ്പൊച്ചയൊടും ചവിട്ടി കളിപ്പ് മുറ്റത്തു കരങ്ങൾ കൂട്ടി. അപ്പോൾ ഭഗവാൻ ഇവരെ ഒന്നും കൂടി എൻ്റർടൈൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഗോപീജനം മനോജ്ഞ അഭിനയങ്ങൾ കാട്ടി പലതരത്തിലുള്ള അഭിനയങ്ങൾ കാട്ടുകയാണ് ഭഗവാന്റെ അടുത്ത്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? കടൽ ചിലമ്പൊച്ചയൊടും ചവിട്ടി. കാലുമ്പിൽ ചിലമ്പൊക്കെ ഉണ്ട്, കിങ്ങിണിയൊക്കെ ഉണ്ട് അരയിൽ. അപ്പോൾ കാലൊക്കെ ഒന്ന് ഭൂമിയിൽ ചവിട്ടിയും കൊണ്ട് നൃത്തമാടുകയാണ്. കളിപ്പൂമുറ്റത്തു കരങ്ങൾ കൊട്ടി, കയ്യും കൊട്ടുന്നുണ്ട് ഭഗവാൻ. മഞ്ഞിനെഴും ആകെ നീങ്ങി. ഭൂമിയിലുള്ളവർക്ക് ഏതെല്ലാം തരത്തിലുള്ള ചിന്തകളുണ്ടോ അതെല്ലാം നീങ്ങത്തക്ക വിധത്തിലെന്നർത്ഥം പറയണം. അതാണ് മഞ്ഞിനെഴും ചിന്തകളാകെ നീങ്ങി മനസ്സൊരേതോ നിലയർ ഉയർന്നു പൊങ്ങി. മനസ്സ് ഉയരണമെങ്കിൽ എന്ത് വേണം? ലൗകികതയിൽ പ്രവർത്തിച്ചിട്ട് കാര്യമില്ല. അലൗകികമായ പ്രതിഭാസത്തിൽ മനസ്സ് ഉയരും. ഡിവൈനിൽ മാത്രമേ അനശ്വരമായിട്ടുള്ള ഇതുണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, മഞ്ഞിനെഴും ചിന്തകളൊക്കെ നീങ്ങി മനസ്സരേതോ നിലയാർന്നു പൊങ്ങി കുളിർക്കുമാറുള്ളമിവൻ കുണുങ്ങി. കുളിർക്കുമാർ ഉള്ളം മനസ്സ് അവരവരുടെ ആരാണ് ഭഗവാനെ കാണുന്നത് അവരുടെയൊക്കെ മനസ്സ് കുളിർത്തു. കുളിർക്കുമാർ ഉള്ളിലിവൻ കുണുങ്ങിക്കളിപ്പതോർത്തിടുകലെന്തു ഭംഗി. ഇല്ലേ? നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം കൃഷ്ണനെ കണ്ടു, അവരവരുടെ ഗൃഹത്തിലേക്ക് മടങ്ങിപ്പോയാലും ഉള്ളിൽ മനസ്സിൽ ഭഗവാന്റെ ആ നൃത്തച്ചുവടുകളും ഭാവഗംഭീരമായിട്ടുള്ള മുഖകമലത്തിലും കൃഷ്ണാമണികളുടെ ചലനം ഒക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ സ്വയം ആനന്ദത്തിൽ പരമാനന്ദത്തിൽ മുങ്ങിപ്പൊങ്ങുക എന്നാണ് പറഞ്ഞത്. അതാണ്. അപ്പോൾ പറഞ്ഞു, കുളിർക്കുമാറുള്ളമിവൻ കുണുങ്ങിക്കളിപ്പതോർത്തിടുകലെന്തു ഭംഗി. ഇറങ്ങി മുറ്റത്തു മണിക്കിടാവിനടുത്തങ്ങിങ്ങനെ നന്ദഗോപൻ. ഇറങ്ങി മുറ്റത്തു മണിക്കിടാവിനടുത്തങ്ങിനെ നന്ദഗോപൻ. ഭഗവാൻ അടുത്തടുത്തേക്ക് ഇങ്ങനെ ചെല്ലുമ്പോൾ, ഭഗവാന്റെ അടുത്തടുത്തേക്ക് നന്ദഗോപുരം നടന്ന് നീങ്ങുമ്പോൾ
അങ്ങോട്ടും ഇങ്ങോട്ടും ഉലഞ്ഞു താളം പിടിച്ചു തുള്ളുന്നു യുവാവ് പോലെ. ഭഗവാന്റെ നൃത്തം കണ്ടിട്ട് നന്ദഗോപുരം നൃത്തം ചെയ്യാൻ തുടങ്ങിയെന്നാണ് പറഞ്ഞത്. യുവാവ് പോലെ, ആള് ഭയങ്കര വയസ്സനായിരുന്നു, താടിയും തലയൊക്കെ നരച്ചിരുന്നു. ആ സമയത്താണ് ഭഗവാന്റെ അനുഗ്രഹം ഭഗവാനെ കളിപ്പിക്കാൻ. അപ്പോൾ ഇറങ്ങി മുറ്റത്തു മണിക്കിടാവിനടുത്തടുത്ത് അങ്ങനെ നന്ദഗോപൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലഞ്ഞു താളം പിടിച്ചു തുള്ളുന്നു യുവാവ് പോലെ. ഇനി വരുന്നത് 28ാമത്തെ ശ്ലോക. ഞാനത് സർക്കിൾ ചെയ്തിട്ടുണ്ട്, വട്ടത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തോ അതിഗംഭീരമായിട്ടുള്ള അതിഗഹനമായിട്ടുള്ള ഒരു അർത്ഥമാണ് അതിന്. ശ്രീകൃഷ്ണനെ സ്തുതിക്കുകയാണ്. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ മുകുന്ദ നാരായണ വാസുദേവ മനോഹരാവാംഗ മഹാനുഭാവ മദീയ ചേതോഹര ബാലകൃഷ്ണ. ആ 4 വരി കാണാൻ പടം പഠിച്ചോളും സൗകര്യമുള്ളവർക്ക്. സങ്കടം വരുമ്പോൾ ഒക്കെ ഇതിങ്ങനെ ചൊല്ലിയാൽ സങ്കടം പറക്കുന്നുള്ളത് ഉറപ്പാണ്. സങ്കടം വരാണ്ടിരിക്കട്ടെ. വരുന്നവർക്ക് ഒരൊറ്റമൂലിയാണ് ഇതേപോലെയുള്ള ശ്ലോകങ്ങൾ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ മുകുന്ദ നാരായണ വാസുദേവ മനോഹരാവാംഗ മഹാനുഭാവ മദീയ ചേതോഹര ബാലകൃഷ്ണ. അതിൽ മദീയ ചേതോഹര, എൻ്റെ ചേതസ്സിനെ, എൻ്റെ എന്താ മദീയ ചേതോഹര, ചിത്തത്തിന് ഹരം പിടിപ്പിക്കുന്നവൻ, മനസ്സിന് ഹരം പിടിപ്പിക്കുന്നവനെ ബാലകൃഷ്ണ അല്ലേ. എനിക്കു ദൈവം കനിവാർന്നു തന്ന, ധാരാ പറഞ്ഞത് നന്ദഗോപുരം പറയാണ്. എനിക്കു ദൈവം കനിവാർന്നു തന്ന അനന്ത സൗഭാഗ്യമണത്തിടമ്പേ. എന്താ പറഞ്ഞത്? അനന്ത സൗഭാഗ്യ. എത്ര സൗഭാഗ്യം എന്ന് പറയാം, അനന്തം എന്നാ. അനന്ത സൗഭാഗ്യമണിത്തിടമ്പേ മനുഷ്യരാശിക്കണിയേണ്ട മാൻപേ. മനുഷ്യരാശിക്ക് ഒട്ടാകെ ഊർധ്വഗതി പ്രാപിക്കാൻ ഉതകുന്ന ഒരു മഹാനുഭാവനാണ് ഈ കുട്ടി. അർത്ഥം മനസ്സിലായോ? മനുഷ്യരാശിക്കണിയേണ്ടും അൺപേ അണിയേണ്ട മാൻപേ മറന്നിടായി എന്നെ മറക്കഴമ്പേ. ലോകരെ മുഴുവൻ അനുഗ്രഹിക്കേണ്ട നീയെ എന്നെ മറക്കരുത് എന്ന ആ അച്ഛൻ്റെ ഒരു മാനസികാവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മനുഷ്യരാശിക്കണിയേണ്ട മാൻപേ മറന്നിടായി എന്നെ മറക്കഴമ്പേ. മറക്കഴമ്പയ്ക്ക് അതിൻ്റെ അർത്ഥം പറയാണ്ടിരിക്കാൻ വയ്യ. മറകൾ എന്ന് പറഞ്ഞെന്താ? വേദങ്ങളെന്നാ. വേദങ്ങളുടെ കഴമ്പാണ് ഭഗവാൻ. വേദം എന്നുള്ളത് തിരിച്ചിട്ട് എന്തായി? ദേവനായി. മന എന്നുള്ളതിനെ തിരിച്ചിട്ട് എന്തായി? നമാനായി. ഇതൊക്കെ അറിഞ്ഞാൽ ഉയരുയരു ഉണരുണരു ഉയരുയരു ഉണരുക ഉയരുക. അടുത്തത് 30ാമത്തെ ശ്ലോകം. തിടമ്പിൽ വിശ്വേശ്വരനെന്ന പോലെ. അതാരാ? അത് താമരശ്ശേരിയുടെ ശ്ലോക. തിടമ്പിൽ, തിടമ്പ് എന്ന് പറഞ്ഞാൽ ആനപ്പുറത്ത് എഴുന്നള്ളിക്ക തിടമ്പ് അല്ലേ. ആ തിടമ്പിൽ വിശ്വേശ്വരനെന്ന പോലെ. അതായത് വ്യാസരങ്ങനെ എഴുതില്ല. വ്യാസർ എപ്പോഴും ബ്രഹ്മാനുഭൂതി അവരവരുടെ ഉള്ളിലാന്ന് മാത്രമേ എഴുതുള്ളൂ. ഇതിപ്പോൾ ഒരു 75-80 വർഷം മുമ്പേ പുറപ്പെടാശാന്തിയായിട്ടുള്ള താമരശ്ശേരി കൃഷ്ണൻപട്ടത്തിരിപ്പാട് പറയണു, തിടമ്പിൽ വിശ്വേശ്വരനെന്ന പോലെ മരത്തിലോർത്തിടിൽ മഹാഗ്നി പോലെ. അല്ലേ, മരത്തിൽ എത്ര അഗ്നിയുടെ വൈദഗ്ധ്യമുണ്ട്. കത്തിത്തീരാനുള്ള ഇന്ധനം മരത്തിലുണ്ടല്ലോ. വെറും കരിക്കട്ടയിലുണ്ട് പോലും വൈരം വിലപ്പെട്ടതെന്ന പോലെ. എന്താ പറഞ്ഞത്? വെറും കരിക്കട്ടയിലുണ്ട് പോലും. കരിക്കട്ടയിലും എന്തുണ്ട്? വൈരമുണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് ഈ നവരത്നങ്ങളിൽ ഒന്നായിട്ടുള്ളത് കരിക്കട്ടയിലും ഉണ്ടെന്നാ. വൈരം വിലപ്പെട്ടതെന്ന പോലെ
ഈ നവരത്നങ്ങൾ എത്ര വിലപ്പെട്ടതാണെന്ന് അതുള്ളവർക്കല്ലേ അറിയുള്ളൂ. അതേപോലെയാണ് ഭഗവാന്റെ കാര്യം. ഭഗവാനെ ആര് സ്മരിക്കണം അവർക്ക് ഈ വണ്ണം മുൾപ്പൂവിലുയർന്നുയർന്നു വന്നുകൂടിയിട്ടുള്ള മഹാജനങ്ങളുടെ മനസ്സിലൊക്കെ ഈ വണ്ണമുൾപ്പൂവിലുയർന്നുയർന്നു മിന്നും മഹത്താം അതിദിവ്യഭാവം. മിന്നും മഹത്താം അതിദിവ്യഭാവം, ടോപ്പ് മോസ്റ്റ് ഡിവിനിറ്റി എന്ന് പറയണം. ടോപ്പ് മോസ്റ്റ് ഡിവിനിറ്റി മതിദിവ്യഭാവം ഉണ്ടെന്നതാരോർത്തറിവാൻ ജഗത്തിൽ ആനന്ദമാനന്ദമവർണ്ണനീയം. എന്താ പറഞ്ഞത്? ഉണ്ടെന്നതാരോർത്തറിവാൻ. ഇങ്ങനെ മഹാനുഭാവനായിട്ട് മിന്നും മഹത്താം അതിദിവ്യഭാവം ഉണ്ടെന്ന് ആരാണ് ഓർത്തറിവാൻ ജഗത്തിൽ? ഈ ഭൂമിയിലെ എത്ര ആൾക്കറിയാം ഈ കുട്ടി സാക്ഷാൽ ലോകൈകനാഥനാണ് എന്നുള്ള സത്യം? എത്ര ആൾക്കറിയാം? വായിച്ചിട്ടുള്ളവർക്കറിയാം, മനസ്സിലാക്കിയവർക്കറിയാം അല്ലേ? ഇനി ആ 4ാമത്തെ വരി ആനന്ദമാനന്ദമവർണ്ണനീയം. ഓരോരുത്തരും ഈ ദിവ്യബാലൻ്റെ ലീലകൾ മനസ്സിലാക്കി ഭാഗവതോക്തമായ ഭഗവാനാൽ ഉക്തമായ ഉപദേശങ്ങൾ മനസ്സിലാക്കി സ്വന്തം ജീവിതചര്യകൾക്ക് പകർത്തിക്കൊണ്ട് ആനന്ദം കൈവിടാതെ കണ്ട് പരമാനന്ദം അനുഭവിക്കുന്ന ആൾക്കാർക്ക് ആനന്ദം അവർണ്ണനീയം. അവർണ്ണനീയം, വർണ്ണിക്കാൻ പറ്റില്ല. അനുഭവിച്ചവർക്ക് പഞ്ചസാര പായസം കുടിച്ചു, അത് പാല് പഞ്ചസാര അരി എത്രത്തോളം നന്നായി കോമ്പിനേഷൻ ആയിട്ടുണ്ട്, അത് കുടിച്ചവർക്ക് അറിയുള്ളൂ. അതേമാതിരി തന്നെ അത് മനോജ്ഞനെ ചെന്നകിലം മറന്നു മാറോടണ ചങ്ങിനെ മിന്നി നന്ദൻ. എല്ലാവരും കാണെ മനോജ്ഞനെ ചെന്ന് അഖിലം മറന്ന് ഇവിടെ എത്രയൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട് എന്നുള്ള ധാരണയൊക്കെ ഇല്ലാണ്ട് അങ്ങോട്ട് പോയി എടുത്തു, മാറോടണച്ചു. മനോജ്ഞനെ ചെന്നകിലം മറന്നു മാറോടണ ചങ്ങിനെ മിന്നി നന്ദൻ. സ്തബ്ധനായിട്ട് നിൽക്കണം. പ്രേമത്തെ അമ്പാർന്നു പുണർന്നു. പ്രേമത്തെ, സ്നേഹത്തെ അല്ല, സ്നേഹം കനിയാൻ പറ്റുന്നതാണ് പ്രേമം. പ്രേമസ്വരൂപനെ അമ്പാർന്ന് എന്താ പറയുക, എല്ലാ ദീനതകളും മാറ്റുന്ന സ്നേഹം മാത്രം. അമ്പാർന്ന് പുണർന്ന് വിശ്വവാത്സല്യം അമ്മട്ടുടൽ പൂണ്ട പോലെ. എന്താ പറഞ്ഞത്? വിശ്വവാത്സല്യം, ഈ വിശ്വത്തിലുള്ള വാത്സല്യം എല്ലാം കൂടി ഉടൽ പൂണ്ട പോലെ വാർത്തെടുത്ത് അങ്ങനെ ഉണ്ടാവും. ഈ ലോകത്തിലുള്ള വാത്സല്യം മുഴുവൻ സ്വർണം ഒരുക്കണ കൂട്ടത്തിൽ ഉരുക്കി വാർത്താൽ എന്തുണ്ടാവും? അതാണ് കൃഷ്ണൻ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് പറയണു മനോജ്ഞൻ. അപ്പോൾ പറഞ്ഞു കണ്ടില്ല കേട്ടില്ല ജഗത്തിലാരും ആ മട്ടിയെന്നുള്ള വിശുദ്ധഭാവം. ഈ ലോകത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല ഇതേവരെ, ഉണ്ടാവാൻ പോകണമില്ല. കണ്ടില്ല കേട്ടില്ല ജഗത്തിലാരും ആമട്ട് എന്നുള്ള ആമട്ട് എന്ന് 3 വാക്കാ കൂട്ടക്ഷരത്തിൽ. അപ്പോൾ കണ്ടില്ല കേട്ടില്ല ജഗത്തിലാരും ആമട്ട് എന്നുള്ള വിശുദ്ധഭാവം. വിശുദ്ധം എന്ന് പറഞ്ഞാൽ കൃഷ്ണ കൃഷ്ണ ജപിക്കുമ്പോൾ ഉണ്ടാവുന്നൊരു ശുദ്ധിയുണ്ട് മനസ്സിന്. അത് വേറെ ഒന്നും. രാമ രാമ എന്ന് പറയുമ്പോൾ രമിക്കുക, കൃഷ്ണ കൃഷ്ണ എന്ന് പറയുമ്പോൾ കർഷിക്കുക. കൃഷ്ണ ശബ്ദത്തിന് കർഷിക്കുക, ഒരയ്ക്കുക, പാപത്തെ ഒരച്ച് കളയുന്ന കല്ലാണ് കൃഷ്ണശബ്ദം. രാമ രാമ, രാം 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 എന്ന് പറഞ്ഞാൽ ആത്മാവിൽ രമിക്കുക. അപ്പോൾ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അതിൻ്റെ അർത്ഥം പറയാൻ ആർക്കും പറ്റില്ല. ആർക്കും ആനന്ദാനുഭൂതി ഉണ്ടാക്കി കൊടുക്കാൻ കഴിവുള്ള നാമങ്ങളാണ് കലിസന്ധരൻ ഉപനിഷത്തിലുള്ളത്. അപ്പോൾ പിന്നെ കണ്ടില്ല കേട്ടില്ല
ജഗത്തിലാരും ആമട്ട് എന്നുള്ള വിശുദ്ധഭാവം സർവേശ്വരൻ തൻ കൃപ കൊണ്ടു നന്ദഗോപൻ്റെ ഉൾത്തൊട്ടുടനാഗമാനം. ഈ വിശുദ്ധഭാവം സർവേശ്വരൻ തൻ കൃപ കൊണ്ട്, അത് മറക്കരുത്. ആരെങ്കിലും എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് എന്താണ്? സർവേശ്വരൻ തൻ കൃപ കൊണ്ടാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ ശ്രീകൃഷ്ണ കഥാമൃതം അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതം, അല്ലെങ്കിൽ ഇതിൻ്റെ മുമ്പേ ശ്രീമദ് ഭാഗവതം, ദേവി ഭാഗവതം, രാമായണ തത്വം, ഭഗവത്ഗീത, വാട്ട് നോട്ട്, വിഷ്ണു സഹസ്രനാമം, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവല്ല. പിന്നെയോ സർവേശ്വരൻ തൻ കൃപ കൊണ്ട് മാത്രം നടക്കണതാണ്. അപ്പോൾ സർവേശ്വരൻ തൻ കൃപ കൊണ്ടു നന്ദഗോപൻ്റെ ഉൾത്തട്ടുടനാഗമാനം, മനസ്സ് ആകമാനം ആനന്ദത്തിൽ അലിഞ്ഞു ചേർന്നു എന്നാ. അടഞ്ഞു നിന്നീടിന പാറ വിണ്ടുപൊട്ടി പുറപ്പെട്ടൊഴുകി തുടങ്ങി. എന്താ? പാർത്തട്ടിലേക്ക് ഇങ്ങനെ മറ്റേതോ ഗംഗാപ്രവാഹം ത്രിജഗൽ പവിത്രം. ഒരു ദേവഗംഗ, ദേവലോകത്ത് ഗംഗ ഒരു പ്രാവശ്യം ഭഗീരഥൻ്റെ പ്രയത്നം കൊണ്ട് ഭൂമിയിൽ വന്നു. അതാണ് ഇപ്പം നമ്മൾക്കൊക്കെ അറിയണം ഗംഗാനദി. അതിനെ വെല്ലുന്ന പോലെ അടഞ്ഞു നിന്നിടിന പാറ വിണ്ടു പൊട്ടി പുറപ്പെട്ടു എന്നാ. പാറകൾ കുറേ ചെല്ലുമ്പോൾ വിള്ളലുണ്ടാവും. പാറകൾ സ്വയം വിണ്ട് കീറി അതിൽ നിന്ന് ഒരു സ്രോതസ് പുറപ്പെടുകയാണ്. ഇത് പറയുന്ന ഞാൻ ഇപ്പോൾ കഴിഞ്ഞ 42 കൊല്ലമായിട്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ കല്യാണം കഴിച്ച ദിവസം മുതൽക്ക് ഈ ഗുരുവമ്പലം, ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ഗുരുവമ്പലം. ശരിക്കും അത് ഗുരുവമ്പലം എന്നാണ്. ഒരു ഗുരു, ഒരു കീർത്തിമാൻ, ഒരു സന്യാസി വര്യൻ, മുനി ഈ സ്ഥലത്ത് താമസിച്ചിരുന്നതാണ് കഥ. മുനിയൻ കുന്ന്, ഒരു മുനി താമസിച്ച കുന്നുണ്ട്. ആ മുനി തൻ്റെ ദൈനംദിന ഈശ്വരോപാസനയുടെ ഭാഗമായിട്ടുള്ള ഊത്ത് കഴിക്കുക, ഈ സൂര്യന് അർഘ്യം കൊടുക്കാൻ വേണ്ടി നിവർത്തിയില്ലാതെ കണ്ട് പ്രാർത്ഥിച്ചതാണ്. അപ്പോൾ ഒരാളെ പൊട്ടിയെന്ന ഈ പറഞ്ഞ എന്താ? അടഞ്ഞു നിന്നിടിന പാറ വിണ്ടു പൊട്ടി പുറപ്പെട്ടൊഴുകി തുടങ്ങി. അതിനാണ് ഉറവക്കടവെന്ന് പറയും. അപ്പോൾ ഗംഗ വന്നപ്പോൾ സാക്ഷാൽ പരമശിവൻ സ്വയംഭുവായിട്ട് അവിടെ ആവിർഭവിച്ചു. അതിപ്പോഴും ഉണ്ട്. അപ്പോൾ വേനൽക്കാലത്ത് ഈ സ്ട്രീമിൽ വെള്ളം കൂടില്ല, വർഷക്കാലത്ത് കുറയൂല, ഒരേപോലെ കാലാകാലമായിട്ടിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാവുന്ന ഒരു മാജിക് ഉണ്ട്. എന്താ മാജിക്ക്? ഭഗവാൻ ഞാൻ ഓങ്ങല്ലൂരുകാരനായിട്ടും ഈ നാട്ടിൽ നിന്ന് വിവാഹം കഴിക്കാൻ സമ്മതിക്കുക, അവിടെ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തരിക എന്ന് പറഞ്ഞാൽ സ്ഥലമൊക്കെ വാങ്ങി വീടൊക്കെ വെച്ച് ഇതൊക്കെ വായിക്കാനും പഠിക്കാനും. അതുകൊണ്ട് അടഞ്ഞു നിന്നീടിന പാറ വിണ്ടു പൊട്ടി പുറപ്പെട്ടൊഴുകി തുടങ്ങി പാർത്തട്ടിലേക്ക് ഇങ്ങനെ മറ്റേതോ ഗംഗാപ്രവാഹം ത്രിജഗൽ പവിത്രം. അതായത് ജഗത്തിൻ്റെ 3 അവസ്ഥകളാണ്. ഏത്? ഓരോരുത്തരുടെയും അവസ്ഥകൾ എന്താ? ജാഗ്രത അവസ്ഥ, സുഷുപ്തി അവസ്ഥ, സ്വപ്നാവസ്ഥ. ഈ 3 അവസ്ഥകളെയും പരിപാലിക്കുന്നതായ അല്ലെങ്കിൽ പരിപാവനപ്പെടുത്തുന്ന ഗംഗാപ്രവാഹം ത്രിജഗൽ പവിത്രം, അല്ലെങ്കിൽ പിന്നെ ദേവലോകം, ഭൂമി, പാതാളം, അങ്ങനെയും പറയാം, എങ്ങനെ വേണമെങ്കിൽ പറയാം. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ 14-ാമത്തെ ശ്ലോകം കൊണ്ടാണ് ഈ 31-ാമത്തെ ശ്ലോകം കഴിയണത്. ഇത് ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശനെ ലീലാകാണ്ഡേ ഏകത്രിശം സർഗഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എന്ന് പറഞ്ഞ്
31-ാമത്തെ സർഗം അവസാനിച്ചു. നാളെ നമ്മൾക്ക് 32-ാം സർഗം പറയാം. കൃഷ്ണനെ കാണാത്ത പരിഭ്രമം. കൃഷ്ണൻ ഒളിച്ചു കളിച്ചിട്ടുണ്ടാവും. അപ്പോൾ കൃഷ്ണനെ കാണാതെ കണ്ട് ഗോകുലവാസികളുടെ പരിഭ്രമത്തെ പറ്റിയിട്ടാണ് അടുത്ത സർഗം. അത് നമുക്ക് നാളെ പറയാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.